ഹലോ ഹലോ. ഇന്നിപ്പോഴും ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഈസ്റ്ററാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുവാണ്. വേറെ ഒന്നുമല്ല, ഈസ്റ്ററിൻ്റെ പരമായിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ചായ കുടിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നോ രാവിലെ തന്നെ എണീറ്റ് 7 മണിക്കൊക്കെ എണീറ്റ് ഇരിക്കുന്നതാണെന്ന് വിചാരിക്കും. ബട്ട് അല്ല, ഇപ്പോൾ സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇനി വേണം നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇറച്ചി കഴുകണം, വെട്ടണം, മുറുക്കണം, പിന്നെ ഇങ്ങനെ അലങ്കോലം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നെൻ്റെ ശനിയാഴ്ച കാലത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളും. പിന്നെ നാളെ പള്ളിയിൽ പോകണം. ഇവിടെ നാളെ 8 മണി തൊട്ട് 10 മണി വരെ കുർബാനയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കിന്ന് രാത്രിത്തുള്ളിൽ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ചായയിൽ തന്നെ തുടങ്ങി ഒന്ന് എനർജറ്റിക് ഒന്നായിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ അപ്പത്തിന് വേണ്ടിയുള്ള മാവും കാര്യങ്ങളും അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഫിഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ചിക്കൻ, അതുപോലെ തന്നെ ഇത് ബീഫ്. പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കണം. അതിന് വേണ്ടിയതാ മാങ്ങ ഉള്ള ഐറ്റംസ്. പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമ്മുടെ മെയിൻ ഐറ്റം എഗ്ഗ്. അപ്പം അങ്ങനെയായിട്ടുള്ള പരിപാടിക്ക് വേണ്ടി ഇറങ്ങുവാണ്. നമുക്ക് നോക്കാം. ഇത് അപ്പരച്ചൻ്റെ പാത്രം. സോ തുടങ്ങാം. ഞാനപ്പോൾ അപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇത് മാവ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫിഷ് സെറ്റ് ചെയ്യണം. ആദ്യമേ തന്നെ കുറച്ച് നാരങ്ങ നീര് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമുക്കിത് ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. പിഴിഞ്ഞിട്ടും വരുന്നില്ലല്ലോ. അപ്പം ഞാൻ ആദ്യമേ തന്നെ മീൻ നന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലെമൺ ജ്യൂസ് സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ മണ്ടത്തരം കാണിച്ചു. ഞാൻ കത്തി വെച്ചത് തുറക്കാൻ വേണ്ടി നോക്കി, പിന്നെ കൈ വെച്ച് നോക്കി, അത് തുറന്ന് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതെടുത്ത്. പിന്നെ ഞാൻ മണത്ത് നോക്കിയത് വേറെ ഒന്നുമല്ല, മീനിൻ്റെ മണം കിട്ടുന്നുണ്ടോ. ഞാൻ മൂക്കിൽ വിക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് അറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മണത്ത് നോക്കിയതാണ്. ബാക്കിൽ ഞാൻ ലാപ്പിൽ അടിയപ്പാര് കൂട്ടുമണിയില്ലേ, ആ ഒരു മൂവി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൂവി മീൻസ് കേട്ടുകൊണ്ടാണ് ചെയ്യുന്നത് പണി. അപ്പോൾ ഈ മീൻ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിറകും പിന്നെ വാലും മാത്രം കട്ട് ചെയ്യുക, പിന്നെ ചെതമ്പൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അത്രമാത്രം മതി. സാധാരണ ഞാൻ ഇങ്ങനത്തെ മീൻ വാങ്ങിച്ചിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മീൻ വാങ്ങിച്ച് ട്രൈ ചെയ്യണത്. എങ്ങനെയാവുമെന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. അതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം ഒരു റീല് കണ്ടതാണ്. ആ റീലിൽ ചെയ്യണ പോലെ ചെയ്തതാണ്. പക്ഷേ നല്ല രീതിയിലൊന്നും പോയില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ അത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കത്തി വെച്ച് തന്നെ ബാക്കി ചെയ്ത്. പിന്നെ ഞാൻ മീൻ കഴുകിയിട്ട് അരിയാന്ന് വിചാരിച്ചു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. മീൻ തല ഉണ്ടായിന്, അത് ഏത് മീനായാലും ചാളയായാലും ഏതായാലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് കൺഫ്യൂഷനായി എങ്ങനെ മീൻ വെട്ടാന്ന്. ആദ്യം 2 പീസ് ഞാൻ വളരെ നൈസായിട്ടായിരുന്നു ചെയ്തത്. പിന്നെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത്ര നൈസാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയിൽ മീൻ കട്ട് ചെയ്യണം. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഈ മീൻ അരിഞ്ഞ സമയത്തും ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇനി ഈ മീൻ അങ്ങനെ ആയതുകൊണ്ടാണോ അത് ഇതുപോലത്തെ മീനൊക്കെ ഇങ്ങനത്തെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സാധാരണ ചാളയാണ് വാങ്ങാറ്. പക്ഷേ ചാളയുടെ മണം കാരണം ഞാൻ ചാള വാങ്ങുന്നത് നിർത്തി. പിന്നെ സാൽമൺ അല്ലെങ്കിൽ ടൂണ ഫിഷ് കിട്ടും, അതായിരുന്നു യൂസ് ചെയ്യാറ്. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ മീൻ നന്നാക്കുന്നുണ്ട്. കാരണം കത്തിക്ക് മൂർച്ച കുറവാണ്. അപ്പോൾ അതിൻ്റെ മുള്ളൊന്നും ഇതാവുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ബലം പിടിച്ചൊക്കെയാണ് കഷ്ടപ്പെട്ടാണ് മീൻ മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തലയുടെ അവിടെ അതൊക്കെ എടുക്കാൻ കൊള്ളുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അതൊക്കെ അരിഞ്ഞെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ പക്ഷെ അത് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് അതുപോലെ ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്ത് 2-3 പ്രാവശ്യം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ തിരുമ്മി വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടു. അങ്ങനെ ഞാൻ 2-3 മണിക്കൂർ വെക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന്. അപ്പം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യമേ തന്നെ മീൻ കഴുകി ഇത് സെറ്റാക്കിയ ശേഷം അടുത്തിലേക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പം അടുത്തത് നമുക്ക് ബീഫാണ്, നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഞാൻ നല്ല നെയ്യ്
നെയ്യുള്ള പീസാണ് എടുത്തത്. ഇത് ഒരു 1/2 കിലോയുടെ അത്ര ഉണ്ടാവില്ല. പക്ഷേ ഇതെനിക്ക് അരിയാൻ ഭയങ്കര പാടായിരുന്നു. ഇറച്ചിയായിട്ടുള്ള ഭാഗം അരിയണതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റേ ആ നെയ്യുള്ള ഭാഗം അരിയാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ കത്തിയും വെച്ചും കത്രികയും വെച്ചൊക്കെയാണ് ബീഫ് മുറിച്ചത്. മുറിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ട്. കാരണം കത്രികയ്ക്ക് ഒട്ടും മൂർച്ച ഉണ്ടായിരുന്നില്ല. കത്തിക്ക് പിന്നെയും പറയാം. പക്ഷേ ഞാൻ ഇത് എങ്ങനെയൊക്കെയോ ഇത് കഷ്ടപ്പെട്ട് ഞാൻ അരിഞ്ഞ് നുറുക്കിയെടുത്തു. പിന്നെ ഞാനൊരു കാര്യം പറയും, ഇതിന് അത്ര ഒരു പ്രൊഫഷണലൊന്നും അല്ല. അപ്പം എൻ്റെ അരിയലൊന്നും നിങ്ങളത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ കാര്യം, ഞാനിങ്ങനെ അരിയണ സമയത്ത് എൻ്റെ ഫേസിൽ പല എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വരും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ കത്തിക്ക് മൂർച്ചയില്ലാത്തതിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ വേറൊരു കത്തി എടുത്തുകൊണ്ട് വന്നു. ആ കത്തിക്കും അത്ര വലിയ മൂർച്ച ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇറച്ചി ഇങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകണം. ഞാനൊരു മണ്ടത്തരം ചെയ്ത് കഴുകാൻ വേണ്ടി ചെറിയ പാത്രമാണ് എടുത്തത്. ശരിക്കും വലിയ പാത്രത്തിൽ ഇട്ട് കഴുകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ 5-8 പ്രാവശ്യം കഴുകി. കാരണം അതിന് ചോര പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 5-8 പ്രാവശ്യം കഴുകി. ശരിക്കും ഇവിടുത്തെ ഉള്ള ആൾക്കാർ എങ്ങനെ കഴുകാറൊന്നുമില്ല. ഓൾറെഡി അത് ക്ലീൻ ചെയ്തതാണ്. ജസ്റ്റ് ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ നല്ല രീതിയിൽ അത് കഴുകി അതിലെ എല്ലാ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം താഴെ ചാടുകയും ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പാത്രത്തിലാണ് കഴുകിയത്. അതിന് ശേഷം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് അത് കഴുകി. കാരണം കൈയിട്ട് കഴുകാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ നല്ല ബീഫ്, പിന്നെ ബീഫ് ഞാൻ കുഞ്ഞിതാക്കിയാണ് അരിഞ്ഞത് നമ്മുടെ സ്റ്റൂവിന് വേണ്ടി ആയതുകൊണ്ട്. നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, മെയിനായിട്ടുള്ള കുരുമുളക്, നമുക്ക് നന്നായി ഇടുന്നു. നന്നായി തിരുമ്മിയാലാണ് അതിൻ്റെ മസാല ശരിക്കും പിടിക്കുള്ളൂ എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. നമുക്ക് നന്നായി അങ്ങോട്ട് അങ്ങോട്ട്. അപ്പം നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും എടുത്ത് വെക്കാം. കവറെടുത്തിട്ട് വെക്കാം. ഇത് ഇന്ന് വൈകുന്നേരം വേവിച്ച് വെക്കാനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാല ഇട്ട് തിരുമ്മി വെച്ചാൽ മാത്രമേ. നമുക്ക് അടുത്തത് വേണ്ടത് ചിക്കനാണ്. ഇനി ഇത് പൊട്ടിക്കാം. എങ്ങനെ ഇവിടെ ഫുൾ ചിക്കൻ വാങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ. Oh my god. വേസ്റ്റ്. നമ്മുടെ സൈഡിൽ കവർ വെച്ചിട്ടുണ്ട്. ഈസിയാണ് പെട്ടെന്ന് ഇടാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് പൊതുവെ ഇറച്ചി, മീൻ ഒന്നും കട്ട് ചെയ്യണതൊന്നും ഇഷ്ടമല്ല. ബട്ട് ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഇതൊക്കെ പഠിച്ചത്. എൻ്റെ മൂക്കിൽ ഞാൻ ഇത് വിക്സ് പുരട്ടി വെച്ചേക്കാം. കാരണം സ്മെല്ല് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി. സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം എൻ്റെ തൊലി സെറ്റ് ചെയ്യണം. ഏതൊക്കെയോ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തൊലി മുറിക്കുന്നത്. ബട്ട് എനിക്കത് വലിയ പിടിപാടില്ലാത്ത സാധനമാണ്. ബട്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനിത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഡ്രസ്സ് ഫുള്ള് അഴുക്കായി, അത് വേറെ കാര്യം. കത്രിക ഒക്കെ വെച്ച് മുറിക്കുക. കറക്റ്റായിട്ട്
എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇത്ര പ്രൊഫഷണൽ അല്ല ഈ കാര്യത്തിൽ. സാധാരണ കഴുത്ത് കിട്ടാറില്ല, ഇതിവിടെ കഴുത്ത് കിട്ടി. ഇത് എന്നെക്കൊണ്ടാകും, പറ്റും. ഈ ഭാഗം ഞാൻ സെറ്റാക്കി. ഇതെന്താ കട്ട് ചെയ്തെടുക്കും. കത്തി വെച്ച് കയറ്റാം. പുറത്ത് വെയിൽ വന്നു തുടങ്ങി. ഞാൻ തൊലിയാണോ കട്ട് ചെയ്ത് കളയണത്, അതുകൊണ്ട് ഇതാണോ കട്ട് ചെയ്ത് കളയണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. കിട്ടും. കൈയൊക്കെ ചൊറിഞ്ഞു തുടങ്ങി. ഓൾമോസ്റ്റ് എൻ്റെ കോഴിക്കുട്ടനെ തിരിച്ചും മറിച്ചും സെറ്റാക്കി. മുറിക്കാനായിട്ട് എന്തോ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. മസാജ് എന്നമ്മേ, ഇത് എന്നെക്കൊണ്ട് ഒക്കുന്ന പരിപാടിയല്ല. അത് വല്ല ഇറച്ചി വെട്ടുകട തുടങ്ങാം ഇവിടെ. കൈ ചൊറിയണം. ഇനി നമുക്ക് ആവശ്യമുള്ള ആയുധമാണ് കത്തി. സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് തൈസ് കട്ട് ചെയ്ത് കാല്. ഞാൻ എന്തിനാ ഇത്ര ഇംഗ്ലീഷ് പറയണ അല്ലേ, മലയാളത്തിൽ കൊണ്ട് പറയാം. കാല് രണ്ടും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അവന്മാരുടെ ഇവിടെ ഈ ഒരു എല്ലില്ലേ, ഈ ഒരു ഇത് നോക്കി നമുക്ക് കട്ട് ചെയ്യാം. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഗോട്ട് ഇറ്റ്. രണ്ട് കാല്. ഇനി നമുക്ക് വേണ്ടത് കൈ. ഇതും ഇതുപോലെ എന്തോ
കട്ട് ചെയ്യുമ്പോൾ നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ കൈ മുറിയും. എൻ്റെ കൈ കിട്ടി. എൻ്റെ അമ്മേ, എൻ്റെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ മാറിപ്പോവേ, നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഇത് മുറിക്കാൻ ഭയങ്കര പാടാണ്. ഒട്ടിക്കാൻ വേണേ കെട്ടി. ഇനി നമുക്ക് ഈ ഒരു പോർഷനാണ് വെട്ടേണ്ടത്. ഇത് നമുക്ക് ഇവിടെ എന്തോ നമ്മളുണ്ട് കട്ട് ചെയ്യാൻ. കത്തി ഉള്ളിലൊക്കെ ഇട്ടാണ് ഞാൻ മുറിക്കുന്നത്. കൊട്ടിട്ട് ഇവിടെയൊക്കെ എന്തൊക്കെ വെട്ടിക്കളയാനുണ്ട് നോക്കാം. ഞാനും വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കൊടുത്തതിന് ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടും. എന്താ എനിക്ക് എൻ്റെ കത്രിക എന്തായാലും ഇതോടെ പോകുന്നതായിരിക്കും. കാരണം അങ്ങനെയാണ്. $150 കത്രികയാണ്. കത്രികയും വെച്ചാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ഒട്ടും ശേഷിയില്ലാത്ത കത്രിക. എനിക്ക് കത്തി വെച്ചോളൂ. കത്രിക തന്നെ പറ്റുള്ളൂ. രണ്ടൊരു എല്ലുണ്ട്, ആ എല്ല് പോവാനാണ്. ഓക്കെ, നടക്കുന്നില്ല. ഒരു സൈഡ് കിട്ടി. അയ്യോ, ഈ സമയത്ത് ഞാൻ എൻ്റെ അപ്പനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. സമ്മതിക്കണമല്ലേ, ഈ അപ്പന്മാരൊക്കെ. ഏഴിലാണെങ്കിൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൻ കട്ട് ചെയ്ത് തരും. അങ്ങനെ അതാ ഈ ഒരു ഭാഗം കിട്ടി. ഇനി നമുക്ക് കണ്ടോ നല്ലൊരു ഹൃദയം കിട്ടി. അപ്പം ഇത് മുറിക്കണ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാണ്. നമുക്ക് മുറിച്ചേ പറ്റും. എല്ലൊക്കെ വന്നു. ഇതും ഇതുപോലെ നടക്കുന്നെന്തോ ഇങ്ങനെ മുറിച്ച ശേഷം ഒരു എല്ലുണ്ട്. ഈ എല്ല് വെട്ടാൻ നമുക്ക് കത്രികയാണ് പറ്റുള്ളൂ. കത്തിയും വെച്ചാൽ മുറിക്കായിരിക്കും. അങ്ങനെ 2 പാർട്സ് ആക്കി. ഇനി നമുക്കിതെല്ലാം കൂടി കുനുകുനാന്നുള്ള സ്മോൾ പീസസ് ആക്കണം. ഓക്കെ, ചിക്കൻ അരിഞ്ഞ കൈയൊക്കെ മുറിഞ്ഞ് സീനായി. ചിക്കൻ അരിഞ്ഞതാ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റൂവിനുള്ള ബീഫ്, മീൻ. എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഉണ്ടാക്കിയ കഞ്ഞി ഇരിക്കുന്നുണ്ട്, അപ്പോൾ കഞ്ഞി കുടിക്കുക, എന്നിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. വിശപ്പാണ് നമുക്ക് ഫസ്റ്റ്. അപ്പോൾ ഇത് കുടിച്ച് ബാക്കി പരിപാടി തുടങ്ങും. പുറത്ത് വെയിൽ വന്ന് തുടങ്ങുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്ത് സെറ്റായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇതാ അച്ചാറ് തീർന്ന്. അച്ചാറിടണം, അതിന് വേണ്ടി മാങ്ങയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സമയം ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ വീട്. ഈ സമയത്താണെങ്കിൽ വീട്ടിൽ ഫുള്ളും എന്താ
ഇറച്ചി വെട്ടുന്നു, സവാള അരിയുന്നു, എന്തൊക്കെയായിരുന്നു ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, സാഹചര്യം കൊണ്ട് നമ്മളെല്ലാം ഇതാക്കുന്നു. സോ സമയമില്ല, കഞ്ഞി കുടിച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്കിനി മീൻ കറിക്ക് വേണ്ടിയുള്ള എന്താ പറയുക സാധനങ്ങൾ അരിയാൻ, അതുപോലെ ചിക്കന് വേണ്ടിയുള്ള സാധനങ്ങൾ അരിയാൻ, ബീഫ് സ്റ്റൂവിന് വേണ്ടി. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റായി കഴിഞ്ഞ് വീട് അടിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കാൻ, തലയൊക്കെ ഒന്ന് നനച്ച് കുളിക്കണം. നാളെ പള്ളിയിലും കാര്യങ്ങളും പോകണം. അപ്പോൾ സോ ഇത് ഇന്നലത്തെ നമ്മൾ കോളേജിൽ നടക്കുന്ന സ്പെഷ്യലായിട്ടുള്ള കഞ്ഞിയാണത്. അപ്പോൾ ഇന്നലെ കുടിച്ചു, കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്ന് കുടിക്കുന്നു. അപ്പോൾ വിശക്കുന്നു നല്ല രീതിയിൽ. പണ്ട് കാര്യമില്ല, ഇവിടെ 3 മണിയായി, അത് വേറെ ഒരു കാര്യം. അപ്പോൾ അത് കുടിച്ച് നമുക്ക് ബക്കിയാണ്. വയ്യാണ്ടായി, ഇറച്ചി നന്നാക്കി കഴിഞ്ഞ് ക്ലീൻ ചെയ്ത മസാല ഒക്കെ പറ്റിപ്പറ്റി ഞാൻ വയ്യാണ്ടായി. ഞാനിവിടെ കടയിൽ പോകുമ്പോൾ ഈ ഒരു കൊട്ടയാണ് കൊണ്ടുപോകാറ്. തൊട്ടടുത്താണ് കട. അപ്പം ഞാൻ ഇന്ന് രാവിലെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കുറച്ചൊക്കെ ഞാൻ എടുത്ത്. നിങ്ങൾക്കറിയാം എൻ്റെ സൗണ്ടിൽ തന്നെ ഞാൻ ടയേർഡായെന്ന് പറഞ്ഞില്ലേ. പിന്നെ എനിക്ക് ഈ വീട് നല്ല രീതിയിൽ മിസ്സാകുന്നുണ്ട്. അപ്പം അതൊക്കെ വന്ന സീനായി. ഇത് മറ്റേ ചൊറുക്ക വാങ്ങിച്ച്, പിന്നെ ഒരു പൈനാപ്പിൾ, നാളെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞ് ദഹിക്കാൻ വേണ്ടി. പിന്നെ ഇവിടുത്തെ കിട്ടുന്ന പച്ചമുളക്, ഇവിടെ ചുമന്ന മുളകാണ് കിട്ടുന്നത്. പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ട്. അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കണതാണ്, അതിലേക്ക് ഉപയോഗിക്കാനാണ്. പിന്നെ തേങ്ങ, പിന്നെ നല്ല ക്യൂട്ടി ആയിട്ടുള്ള പാത്രമാണ്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, പാത്രങ്ങളോട് ഭയങ്കര ക്രേസാണ്. സോ എൻ്റെ ക്യൂട്ടി ആയിട്ടുള്ള ഇത് പാത്രം 2 വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ, നമുക്ക് ഫ്ലാക്സ് സീഡൊക്കെ ഇതാക്കാനും പിന്നെ ഫേസ് പാക്ക് ഒക്കെ ഇടാനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വട്ടയപ്പം ഉണ്ടാക്കണ്ടല്ലോ, അപ്പം അതിൻ്റെ മുകളിൽ നമ്മളിടാൻ വേണ്ടി വാങ്ങിച്ച്. പിന്നെ അങ്ങനെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഇറച്ചി മീനൊക്കെ അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു. ഈ ബാക്കി തുടങ്ങണം, മടിയാണ്. ആ തുടക്കം ഉണ്ടായ എനർജി ഇപ്പം ഇല്ല. ഭക്ഷണം കഴിച്ചിട്ടാണോ എന്നറിയില്ല, വയറൊക്കെ നിറഞ്ഞ സീനായിട്ടിരിക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ ഈസ്റ്ററിന് കൊടുക്കുന്ന, ഇവിടെ കൂടുതലും എന്താ പറയുക ഈസ്റ്ററിന് സ്വീറ്റ്സ് മധുരമാണ് ഇവരെല്ലാവരും കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഷുഗർ അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല, ഷുഗർ കട്ടാണ്. കുറേ നാളായി കട്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഈസ്റ്റർ വന്നാണ് 2-3 പീസൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഇവിടെ ഈ പ്രാവശ്യം ഈസ്റ്ററിന് മുട്ടയ്ക്ക് നല്ല ഓഫറുണ്ട്. ഇത് 2 മുട്ടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹാഫ് പ്രൈസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈസ്റ്റർ ആയതുകൊണ്ട് ഒരു 60% ഓഫറും കാര്യങ്ങളുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ പള്ളിയിൽ പോകുമ്പോൾ മുട്ട പുഴുങ്ങി കൊണ്ടുപോയാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടാണ് ഒന്ന് എക്സ്ട്രാ വാങ്ങിച്ചത്. ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടാവില്ല. അത് എണീറ്റ് പോകണനുസരിച്ചിരിക്കും, നാളെ എണീക്കുന്നതനുസരിച്ചിരിക്കും ഈ കാര്യം ചെയ്യുന്ന കാര്യം. അതുപോലെ വട്ടയപ്പം ചുടുന്ന കാര്യം, അപ്പം ചുടുന്ന കാര്യം നമുക്ക്. അപ്പം നമുക്ക് നോക്കാം ബാക്കി. നിങ്ങൾക്ക് ഇനി സവാളയും കാര്യങ്ങളൊക്കെ ഇനി ഇരിയാൻ പോയല്ലോ. കുറച്ച് ഞാനിവിടെ അരിഞ്ഞിട്ടുണ്ട്. സവാളയല്ല, ഇതെന്തോ വെളുത്തുള്ളി ഇഞ്ചി. ഈ വെളുത്തുള്ളി ഇഞ്ചിയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറിടാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, അച്ചാറിടാൻ വേണ്ടിയാണ് അത്. ഇത്രയും മാങ്ങ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് പഴുത്ത് ചിരച്ചിരിക്കുന്ന മാങ്ങയാണ്, ബട്ട് അല്ല, പുളിയുണ്ട്. ഇതിൽ ഞാൻ ഉപ്പും വിനാഗിരി കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച മാങ്ങയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന മാങ്ങയാണ് അച്ചാറിടാറ്. ഇന്ത്യൻ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നല്ല മാങ്ങ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ ചെറിയ മാങ്ങയായിരിക്കും. അപ്പോൾ പുളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല, അച്ചാർ ഇട്ട് വെക്കുന്ന നഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങുന്ന മാങ്ങയാണിത്. ഇതുപോലത്തെ 4 മാങ്ങ വാങ്ങും. ഇതും അത്യാവശ്യം പച്ച മാങ്ങയാണ്. ഇവിടെ പച്ച മാങ്ങ കിട്ടണ വെച്ച് ഞാൻ വാങ്ങിച്ച് നന്നായി സ്റ്റോർ ചെയ്ത് വെക്കും. തൊലി അരിഞ്ഞ് എന്തൊക്കെ വേണ്ടത്തന്നെ പറയുന്നത്, തൊലി അരിഞ്ഞിട്ട് അത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പഴുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചത്. അപ്പോൾ മാങ്ങക്കറി ഉണ്ടാക്കാനും വേണം, അപ്പം അതിനൊക്കെ കൂടിയാണ്.
അപ്പോൾ നമുക്ക് മീൻകറി സെറ്റ് ചെയ്യാം. അപ്പോൾ ചട്ടി ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓണാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 കിടക്കട്ടെ. അപ്പോൾ ചട്ടി ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊന്തിയോ നോക്കാം. ഏകദേശം 3 മണിക്കൂറായി. യെസ്, അപ്പം നമ്മുടെ നാളത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവ് അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ വറുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കൻ പെട്ടെന്ന് വറുക്കാൻ വേണ്ടി വെച്ചാൽ സംഭവമാണ്. ഇത് ഈസിയാണ്. ജസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത ചിക്കനും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ബട്ടറും കാര്യങ്ങളായിട്ട് ഓവനിലേക്ക് വെക്കാം. ഇവിടെ മീൻകറി സെറ്റാണ്. ഇത് സ്റ്റൂവിന് വേണ്ടിയുള്ള ബീഫ്. ഇത് നമ്മുടെ ഓവൻ നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മീൻകറി സെറ്റായി. അതുപോലെ ഇതാ അച്ചാറ്. ഇത് ഞാൻ പറഞ്ഞില്ല, സ്റ്റൂ ചിക്കനുള്ള കാര്യങ്ങൾ. നമ്മുടെ ചിക്കൻ കിടന്ന് വേകണം. കണ്ടോ, ഇനിയാണ് ഇത്രയും മാത്രം പാത്രമുണ്ട്. പുറത്ത് എത്ര അങ്ങനെ ഞാൻ ഓവനിൽ വെച്ച ചിക്കൻ ഏകദേശം 25 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബട്ടറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ ഭയങ്കര ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ഓവനിലിട്ട് വറുത്തെടുത്തിട്ടുണ്ടേ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ വറുത്തതുണ്ട്, അതുപോലെ അച്ചാറിട്ട്, അതുപോലെ നമ്മുടെ മീൻകറി ശരിയായിട്ടുണ്ട്. ഇത് സ്റ്റൂ ആണ്, നാളെ രാവിലെ ബാക്കി ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി വട്ടയപ്പം കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്താൽ മതി. രണ്ടും സെറ്റായി. ഇനിയാണ് മെയിൻ പണി. ഈ കിടക്കുന്ന പാത്രം ഫുള്ളും കിടന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അടുത്ത ടാസ്ക് മനസ്സിലായല്ലോ. ഇത് ഫുള്ളും ക്ലീൻ ചെയ്യാണ്. അപ്പം ഇനി ഇത് ക്ലീൻ ചെയ്ത് ഫ്രഷായിട്ട് അടിച്ച് വാരി തുടയ്ക്കണം. അപ്പോൾ ബാക്കി ഇത് ഞാനൊന്ന് പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ഞാൻ ഈ അപ്പത്തിന് മാവ് അരച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വട്ടയപ്പം കൂടി ഉണ്ടാക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത്രയും ബാറ്റർ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായി പൊന്തിയിട്ടുണ്ട്. ഞാൻ ഒരു വട്ടയപ്പം ചുടാന്ന് വിചാരിക്കുന്നേ. സോ ഇത്രയും വെച്ച് നമുക്ക് വട്ടയപ്പം സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക്, പിന്നെ അതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയുക, ഉപ്പും നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര. ഞാൻ ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ നമുക്കത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, പക്ഷെ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. എന്തായാലും അളവിൽ അത് സെറ്റാവും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മധുരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ട സംഭവം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വട്ടയപ്പത്തിനുള്ള ബാറ്റർ ശരി, അപ്പത്തിനുള്ള ബാറ്റർ. ഇത് നമുക്ക് രാവിലെ അപ്പം ചൂടാം. ഇപ്പം നമുക്ക് വട്ടയപ്പം സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് സെറ്റാക്കാം. ബാലൻസ് നമുക്ക് അപ്പം, രാവിലത്തേക്കുള്ള അപ്പത്തിൻ്റെ. അങ്ങനെ ഫൈനലി പള്ളിയിലൊക്കെ പോയി സെറ്റായി. എഗ്ഗും കിട്ടിയതാ പോകുന്നു. ഇതാണ് പള്ളി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അത് ഞായറാഴ്ച നല്ല ചൂടുള്ള അപ്പവും വട്ടയപ്പവും, അതുപോലെ പള്ളിയിൽ നിന്ന് കിട്ടിയ എഗ്ഗും കണ്ട, എഗ്ഗിൻ്റെ ഡിസൈൻ കണ്ട, ക്യൂട്ടായിട്ടല്ലേ. പിന്നെ നല്ല ബീഫ് സ്റ്റൂ ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ രാവിലത്തെ. ഹലോ, വീണ്ടും ഞാൻ വന്ന് പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് നല്ല രീതിയിൽ തലവേദന ഒക്കെ വന്ന് സീനായി. അതുപോലെ തന്നെ BP കുറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇന്നലെ ഇവിടെ നല്ല തണുപ്പായിരുന്നു. ഇന്ന് പുറത്ത് ഏകദേശം 22 സംതിങ് ഉണ്ട് ഡിഗ്രി. ഇപ്പം തന്നെ മനസ്സിലായില്ലേ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തലവേദന വന്നു. എൻ്റെ അമ്മ രാവിലെ തന്നെ ഞാൻ പള്ളി പോണ സമയത്ത് വെയിലടിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു തലയിൽ തൊപ്പിയൊന്നും ഇല്ലാണ്ട് പോവാണ്, തലവേദന എടുക്കാനാണ്. അത് പറയലും ദാ ഞാൻ പള്ളി കഴിഞ്ഞ് വണ്ടിയിൽ ഇരുന്നപ്പോഴേക്കും ദാ എൻ്റെ തലവേദന വന്ന്. പിന്നെ വന്ന് അപ്പവും സ്റ്റൂവും അട്ടയപ്പം കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ കിടന്ന് ഒരു അരമണിക്കൂർ ഉറങ്ങി, പവർ നാപ്പ് എടുത്ത്. അപ്പോൾ ഇതാ വേണ്ടി എണീറ്റു. അപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക നാരങ്ങ വെള്ളം കുടിക്കാമെന്ന്. ചെറിയ തലയ്ക്കും ഭയങ്കര ചുറ്റലും ഇതൊക്കെ ആയിട്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് ഇതാ പുറത്ത് നല്ല സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നു, നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ. ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ബട്ട് ഞാനൊന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കാണാം. ഇവിടെ ഫ്രഷ് മിൻ്റ് ഉണ്ട്, കാണിച്ചില്ല. എപ്പോഴെപ്പോഴും മിൻ്റ് ലീഫ് വാങ്ങുന്നത് നഷ്ടമായതുകൊണ്ട് ഞാൻ മിൻറ്റിൻ്റെ ചെടി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മിൻ്റാണ്. അപ്പം നമുക്കിത് വെച്ച് ലൈം ഉണ്ടാക്കാം. കുറച്ചധികം ഉണ്ടാക്കാം, ആവശ്യം വരും എനിക്കായതുകൊണ്ട്. ഡോർ ഓപ്പൺ ആണ് അവിടുത്തെ. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാരങ്ങ തപ്പാം. നാരങ്ങ നമുക്ക് കിട്ടി. ഇത് പിഴിയാം. അപ്പം നമുക്ക് കത്തെടുക്കാം. ഇതിൻ്റെ മൂർച്ചയൊക്കെ പോയി, ഇറച്ചി വെട്ടി. ഇപ്പോൾ നല്ല ആവശ്യത്തിന് മൂർച്ചയുണ്ട്. ഇത് പറയാനുള്ളതൊക്കെ ഉണ്ട് നാരങ്ങ. സോ നമുക്ക് സ്വീസ് ചെയ്യാം. ഇത് പിടിയാൻ ഭയങ്കര പേടിയാണ്, കാരണം കൈയൊക്കെ മുറിഞ്ഞിരിക്കണ കാരണം എനിക്ക് നീറും, അതാണ് പ്രശ്നം. ഇപ്പം തന്നെ നീർ തുടങ്ങി. ആവശ്യത്തിനുള്ളത് പിഴിഞ്ഞെടുക്കാം. എടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനമാണ് എന്ത്? മിൻറ്റ്. നിങ്ങൾ വിചാരിക്കും കഴുകിയിട്ടെടുക്കാൻ, ബട്ട് ഇത് ഫ്രഷാണ്. എന്നാലും നമുക്കൊന്നും കൂടി ഒന്ന് കഴുകാം. കുറച്ച് മിൻറ്റ് മതി, അതിൽ കൂടുതൽ ആവശ്യമൊന്നുമില്ല. ഇത് മാറ്റി നടണം. ഇനി ഓഫർ ഡേ നമുക്കിത് മാറ്റി നടന്ന് ഇവിടുത്തെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നടണം. അത് ഓഫുള്ള ഡേ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കുറച്ച് വെള്ളം ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ട മിൻറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. സെറ്റ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്. ഐസ് ക്യൂബ് പുറത്തുള്ള ചൂടായതുകൊണ്ടാണ്. കണ്ടോ എൻ്റെ ഐസ് ക്യൂബ്, ഫിഷിൻ്റെ ഐസ് ക്യൂബ്. 2 എണ്ണം മതി, അധികം തണുപ്പായ പറയാൻ പറ്റില്ല. നാളെ ക്ലൈമറ്റ് അടുത്ത വീക്ക് ഫുള്ളും തണുപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ വെറുതെ അധികം തണുപ്പ് കഴിച്ച് നമുക്ക് തൊണ്ട സീനാക്കണ്ട. ഇനി ഇവിടുത്തെ വെതർ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കാരണം BP കുറവുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ട്. പഞ്ചാര ഇട്ട് നല്ലതായിരിക്കും, ബട്ട് ഞാൻ ഷുഗർ കഴിക്കില്ല. ഷുഗർ കഴിക്കില്ല എന്നല്ല പറഞ്ഞേ, ഷുഗർ കട്ടാണ്. പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഈ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യും. അല്ലാണ്ടുള്ള രീതിയിലുള്ള ഒന്നും വെള്ളം സെറ്റായി കേട്ടോ. കുടിക്കാം. നൈസ്.
എന്തോ ഒരു എനർജി നമ്മൾക്ക് വന്ന്, എനിക്ക് വന്ന്. നമ്മുടെ ഇവിടെ ഒരു പിമ്പിൾ വന്നു. ഇത് ഉറക്കം കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം ശരിയായാലും നമ്മുടെ ഇവിടെ കുരു വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ എന്തോ മഗ്നീഷ്യോ പൊട്ടാസ്യം എന്താ കുറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ പിമ്പിൾസ് വരാനായിട്ട് ഓരോ റീസൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വായിച്ചത് എവിടെയോ വായിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുമ്പോൾ അത് പറയാവേ. സോ ഇപ്പം നമുക്കിപ്പോൾ ലൈം വാട്ടർ കുടിക്കും. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യണം, അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നലെ അടുത്ത വീഡിയോസൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, അതും എഡിറ്റ് ചെയ്യണം, അതൊക്കെ ഇരുന്ന് ചെയ്യണം. അപ്പം നമുക്കിനി നമ്മം തിന്നുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരും. പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ഒന്ന് ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചീഞ്ഞെന്ന് തോന്നുന്നു. ഈ ഭാഗം കൊള്ളില്ല, ഇത് ചെറുതായിട്ടൊന്ന് കേടായി. പക്ഷെ ഈ ഭാഗം കൊള്ളാം, നൈസ്. ചീഞ്ഞ് തുടങ്ങി പൈനാപ്പിൾ, അതുകൊണ്ട് നമുക്ക് കുറച്ച് താത്തി അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. നാളെയും കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചീഞ്ഞു പോയാണ്. നാളത്തേക്ക് ഇത് വെച്ചെങ്കിൽ ചീത്തയായി പോയാണ്. ഞാൻ കുറച്ച് നന്നായി താത്തി കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ചെറുതായിട്ട് അവിടെയൊക്കെ ചീഞ്ഞ് ഇത് വന്നു. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് താത്തി കട്ട് ചെയ്യാണ്. പോഷൻ നമുക്ക് നോക്കാം. പക്ഷെ പൈനാപ്പിളിൻ്റെ അത്ര വലിയ നമ്മുടെ നാട്ടിലെ പൈനാപ്പിൾ ഇല്ല, എൻ്റെ അത്രയും മണമില്ല ഈ പണ്ട്. ഇതിന് പറയാൻ പറ്റില്ല, അത് മറ്റേ ഉടായ്പ പൈനാപ്പിളാണ്. ഇങ്ങനത്തെ ഒരു ആകൃതി കിട്ടി. പൈനാപ്പിളിന് ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കുറച്ച് പോഷൻ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണോ. പൈനാപ്പിൾ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ആണ് എന്ന് മാത്രം, വലിയ കാര്യമായിട്ടുള്ള മധുരം പക്ഷെ ചീത്ത ആയിട്ടില്ല കേട്ടോ. നമുക്കിത് അരിഞ്ഞ് സെറ്റ് ചെയ്യാം. ഉണ്ടോ, നല്ലതാ. ചീത്തയായെന്ന് വിചാരിച്ച ബട്ട് ചീത്തയായിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. സോ സാലഡ് ഉണ്ട്, ഇവിടെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, അച്ചാർ, ചിക്കൻ വറുത്തത്, പിന്നെ മീൻ കറി, പിന്നെ മാങ്ങാക്കറി, പിന്നെ നമുക്ക് ദഹിക്കാൻ വേണ്ടി ഒരു പൈനാപ്പിൾ ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഈസ്റ്ററായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫുഡ്. സോ എൻ്റെ ഫാമിലി നന്നായി മിസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്രാവശ്യത്തെ ഈസ്റ്റർ അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ ഇരുന്ന് കഴിക്കുന്നതായിരിക്കും, വേണ്ട നമുക്ക് നിന്ന് തന്നെ കഴിച്ചാൽ. എവിടെ നിന്നൊക്കെ എന്തൊക്കെ കഴിക്കണമെന്ന് അറിയില്ല, കഴിക്കാം. സോ ഹാപ്പി ഈസ്റ്റർ. നല്ല ടേസ്റ്റ് ഉണ്ട് കറികൾക്ക്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണെന്നും പറയുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കൻ വറുത്തത് ഓവലിൽ ഞാൻ വറുത്തതാണ്. പിന്നെ മീൻ കറി അത് നോക്കാം, മീൻ കറി ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഈ മീന് നോക്കാവേ. ആ ടേസ്റ്റ് ഉണ്ട്. നാട്ടിലെ
ഏതോ ഒരു മീനിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. കിളിമീൻ, കിളിമീനില്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഭയങ്കര സോഫ്റ്റാണ് മീറ്റ് കണ്ടോ, അതിൻ്റെ ഒക്കെ ടേസ്റ്റ്. കൊള്ളാം, മീൻ കറി സെറ്റ്. അപ്പം ഞാൻ എൻ്റെ ഈസ്റ്റർ ഫുഡും കാര്യങ്ങളൊക്കെ തീർത്ത് സെറ്റാക്കട്ടെ, വയറ് നിറയ്ക്കട്ടെ എന്നിട്ട്. ഹലോ, അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പറയാൻ വേണ്ടി ഒരു ലാസ്റ്റായിട്ടൊരു ചെറിയൊരു ഇതും കൂടി കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ ഇതാക്കില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാ ഇത്രയധികം ഫുഡും കാര്യങ്ങളും ഒരാളെല്ലുള്ളൂ എന്തിനാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് ഈസ്റ്ററിനേക്കാളും ക്രിസ്മസിനേക്കാളും പൊടിക്ക് സ്നേഹം കൂടുതൽ ഈസ്റ്ററിനോടാണ്. എന്നുവെച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഈസ്റ്റർ ഭയങ്കര ഇഷ്ടമാണ് ആഘോഷിക്കാനായിട്ട്, പ്രത്യേകിച്ച് അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ പ്രാവശ്യം ഈസ്റ്റർ ആഘോഷിച്ചത്. പിന്നെ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകാനൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. കാരണം തലവേദന മയക്കണേന്നൊക്കെ ആകെ ടയേർഡായി. പിന്നെ എനിക്ക് BP ചെറുതായിട്ട് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തലകറക്കം കാര്യങ്ങളൊക്കെ വന്ന് സീനായി. പിന്നെ ആരുടെ പോകണ്ട, ചിലപ്പോൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങും, ഫ്രഷ് എയർ കൊള്ളാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അറിയില്ല എങ്ങനെയായിരിക്കുമെന്ന്. സോ അപ്പോൾ എല്ലാവരും ഈസ്റ്റർ എങ്ങനെയായിരുന്നിട്ട് നല്ല സന്തോഷത്തോടെയും ഹാപ്പി ആയിട്ട് എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ അങ്ങനെ ആഘോഷിക്കണമെന്ന് വലിയ കാര്യമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് വിഷമങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ദുഃഖവള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉയർപ്പുണ്ടെന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടും പിന്നെ ഈസ്റ്റർ ഇങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റില്ല ഉള്ള രീതിയിലാണ് ഇതാക്കിയതും. പ്രത്യേകിച്ച് ഞാൻ പെസഹ അപ്പം എന്തൊക്കെയോ പൊടിയൊക്കെ എവിടെ നിന്നൊക്കെ വീഴുന്നു, അടിച്ചു തുടച്ചതാണ്, പക്ഷെ എന്ത് പറയാനാ, എന്നാലും പൊടി വരും എവിടെ നിന്നൊക്കെയോ പൊടി വീഴുന്നു, അറിയുന്നില്ല. അപ്പോൾ അതൊക്കെ പെസഹയ്ക്ക് ഞാൻ അപ്പം പാലും മുറിക്കണമെന്ന് വലിയ വിചാരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജോലിക്കൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പോൾ പകുതി എത്തിയപ്പോൾ എന്തോ ഒരിത് വന്നു, അയ്യോ മുറിക്കേണ്ടത് ശരിയാവില്ലല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് 11:30 ആണ്ടാണ് അപ്പത്തിൻ്റെ മാവും പാലൊക്കെ കലക്കി സെറ്റാക്കിയത്. 12 മണിയൊക്കെ ആയപ്പോഴാണ് പെസഹ അപ്പം മുറിച്ച് കഴിച്ചതൊക്കെ. അപ്പം അത്രയും ഒരു മനസ്സിലാവല്ലോ നിങ്ങൾക്ക്. അപ്പം അത്രയും ഇതൊക്കെ ആയിരുന്നു. ബട്ട് ഈ പ്രാവശ്യത്തെ ഞാൻ നല്ല രീതിയിൽ മനസ്സ് നിറഞ്ഞ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോയമ്പ് ഞാൻ 50 എടുത്തില്ല, 25 നോയമ്പാണ് എടുത്തത്. എനിവേ, അപ്പോൾ നല്ലൊരു ഈസ്റ്റർ ആയിരുന്നു എനിക്ക് ഈ വർഷം. അപ്പം നിങ്ങൾക്കും അതുപോലെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ